അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം, ഈ വീഡിയോയിൽ പറയുന്ന 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വയം നാം പരിശോധിക്കുക. ഈ 6 കാര്യങ്ങൾ എന്നിൽ നിക്ഷിപ്തമാണോ? എന്നിൽ ഈ 6 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിജയത്തിന്റെ പന്താവിലേക്ക് ഏതൊരാൾക്കും എത്തിച്ചേരാം. 6 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തേത് ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിച്ചു, മറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചു. അതുകൊണ്ട് ലേണിംഗ് എന്ന പൂർണ്ണത കൈവരിക്കുന്നില്ല. ഇവിടുത്തെ ലേണിംഗ് കൊണ്ട് ഉദ്ദേശം, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് പഠിക്കുക, അത് കഴിയുമ്പോഴത്തേക്കും മറ്റൊന്ന് പഠിക്കുന്നതിന് തുടക്കം കുറിക്കുക. ഇങ്ങനെ നമ്മുടെ ശ്വാസത്തിന്റെ അവസാനത്തെ കണിക നമ്മിൽ നിന്നും അവസാനിക്കുന്നത് വരെയും നാം ലേണിംഗിലായിരിക്കണം. ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ കുടുംബങ്ങള്, മിത്രാദികള്, ശത്രുക്കള്, നമ്മളോട് സഹകരിച്ചവര്, ആവശ്യത്തിന് സഹകരിച്ചവര്, ആവശ്യം കഴിഞ്ഞപ്പോൾ തള്ളിയവര്, ഇതെല്ലാം ലേണിംഗ് ആണ്. പഠനം, പഠിക്കുക എന്നതാണ്. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ, അത് മതത്തെക്കുറിച്ചാണെങ്കിലും മനുഷ്യനെക്കുറിച്ചാണെങ്കിലും പ്രപഞ്ചത്തെക്കുറിച്ചാണെങ്കിലും, എവിടുന്ന് പുതിയ അറിവ് എനിക്ക് കിട്ടും? ഈ വിഷയത്തിൽ എനിക്ക് ഒരു പുതിയ അറിവ് എവിടെയുണ്ട്? അതൊരു പക്ഷേ സോഷ്യൽ മീഡിയ ആകാം, അല്ലെങ്കിൽ പുസ്തക താളുകളാകാം, ഏത് തന്നെയാണെങ്കിലും അതൊക്കെ അവലംബമാക്കിക്കൊണ്ട് പഠനം ഓരോ നിമിഷവും നാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അഥവാ നിലനിർത്തുക. രണ്ടാമത്തെ, ലേണിംഗ് കഴിഞ്ഞാൽ രണ്ടാം ശ്രദ്ധിക്കേണ്ടത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത് ഏത് മേഖലയിൽപ്പെട്ടതാണെങ്കിലും, നമ്മുടെ നിത്യജീവിതത്തിൽ നാം കണ്ട ചില അനുഭവങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിന് കോട്ടം സംഭവിക്കും എന്നത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൽ നിന്നും, അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ആണ്. അതുപോലെ നമ്മൾ പഠിച്ചത്, ക്ഷമിക്കണം, സഹിക്കണം എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ക്ഷമിക്കൂല, സഹിക്കൂല, അത് പറ്റില്ല. അവിടെ നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് എത്തുന്നത്. 2, മൂന്നാമതായിട്ട് പേഷ്യൻസ്, നല്ല ക്ഷമയുണ്ടാകണം. നല്ല ക്ഷമയെന്ന് പറഞ്ഞാല്, നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ, ഏതൊരു ലക്ഷ്യത്തിലേക്കും നാം കുതിച്ചുയർന്ന് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തണമെങ്കിൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടാകണം, നല്ല ക്ഷമയുണ്ടാകണം. ഇന്നൊരു കാര്യം പഠിച്ചു, നാളെ തന്നെ അത് കഴിഞ്ഞു, നാളെ തന്നെ എനിക്ക് ജോലി കിട്ടും, അങ്ങനല്ല. പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമ്മളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിനു പറ്റിയ മേഖലകളിലേക്ക് നാം ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. മറ്റൊന്നാണ് ഫിയർലെസ്നെസ്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട ഒന്നാണ് ഫിയർലെസ്നെസ്, നിർഭയം, നിർഭയത്വം. ഭയം, പേടി, അങ്ങനെ ഒരു സംഭവം നമ്മുടെ നിഘണ്ടുവിൽ ഇല്ലാതിരിക്കണം, ഒരു വിഷയത്തിലും ഇല്ലാതിരിക്കണം. പ്രത്യേകിച്ചും സാഹചര്യങ്ങളെ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ ഏത് നിലയിൽ തരണം ചെയ്യാൻ പറ്റും, അഭിമുഖീകരിക്കാൻ പറ്റും എന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തണം. ഇത് ഉള്ള ഒരു മനുഷ്യനിക്ക് വിജയം ഉറപ്പാണ്. മറ്റൊന്നാണ് ചേസ് യുവർ ഡ്രീംസ്. നമ്മുടെ ലക്ഷ്യങ്ങള്, സ്വപ്നങ്ങള്, അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നാം ചേസ് ചെയ്യണം. നിരന്തരം അതിന്റെ പിന്നിൽ പരിശ്രമിച്ചിരിക്കണം.
കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, പൂർത്തിയാക്കണമെങ്കിൽ ഓരോ ദിവസവും അതിനെ ചേസ് ചെയ്ത് അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിച്ച് അതിൻ്റെ കൂടെ നിന്നാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അതുപോലെ മറ്റൊന്നാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകാന്തതയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിലും നമുക്ക് വേണ്ടത്, വിജയികളുടെ ലക്ഷണം എപ്പോഴും ഏകാന്തതയാണ്. നിങ്ങൾക്കറിയാം, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായാലും ബുദ്ധിരാക്ഷസന്മാരായാലും അവരൊക്കെയും കൈവരിച്ച വഴികൾ ഇത് തന്നെയാണ്. ഏകാന്തത എന്ന് പറയുന്നത് സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ മുൻകഴിഞ്ഞത് നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയും, പ്രസന്റ്ലി നടക്കുന്നത് സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയും, ഫ്യൂച്ചർ എന്താകും എന്നതിനെ കുറിച്ച് പല ചാപ്റ്ററുകൾ സ്വന്തമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 6 പോയിന്റുകൾ ഉള്ള ഒരാളാണ് നാം ഒക്കെ കാടുകളിൽ കാണുന്ന കാട്ടിന്റെ രാജാവായ സിംഹം. കാരണം ആദ്യം സിംഹക്കുട്ടി പഠിക്കും എങ്ങനെയാണ് അക്രമിയെ വേട്ടയാടുന്നത്. രണ്ടാമത് ട്രെയിനിങ് ആണ്. ഓടി 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 ആ ലക്ഷ്യസ്ഥാനം, ആ ഒരു ഇരയെ തന്നെ പിടിക്കും. അതുപോലെ പേഷ്യൻസ്, ക്ഷമിച്ച് കാടിന്റെ ഉള്ളിൽ മരങ്ങളുടെ ഇടയിൽ പതുങ്ങിക്കിടക്കും, ക്ഷമയാണ്. അതുപോലെ ഫിയർലെസ്നെസ്, ഭയമൊന്നുമില്ല, ആ സമയമാകുമ്പോൾ അത് നടത്തിയിരിക്കും. അതുപോലെയാണ് ചേസ് യുവർ ഡ്രീംസ് എന്ന് ഞാൻ പറഞ്ഞ, ഏതാണോ ഇര അത് പിടിച്ചിട്ടേ മാറുകയുള്ളൂ. അതുപോലെ മറ്റൊന്നാണ് സോളിറ്റ്യൂഡ്. എല്ലാ മൃഗങ്ങളോടൊപ്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതോ രീതിയൊന്നും ആർക്കില്ല? സിംഹത്തിനില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലും വലിയ മൃഗങ്ങള് കാട്ടിലുണ്ടായിട്ടും എന്തേ സിംഹം രാജാവായി? ഈ 6 കാര്യങ്ങൾ തന്നിലുണ്ട്. ഈ 6 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടായാൽ നമ്മളും സിംഹക്കുട്ടികൾ തന്നെയാണ്, നമ്മളും വിജയം വരിക്കുന്നവർ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഇനിയുമുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ ഇത് മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.